Hi, NextinWeb മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തായി കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഇനി മുതൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. മികച്ച ഫീച്ചറുകളുള്ള സാംസങ് ഗാലക്സി M സീരീസിലുള്ള ഫോണുകൾ താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് ഹാൻഡ്സെറ്റ് അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടും. സാംസങ് ഈയിടെ ലോഞ്ച് ചെയ്ത ഗാലക്സി M10 പിന്നെ M20 എന്നീ രണ്ട് മോഡലുകൾക്കും V ആകൃതിയിലുള്ള നോച്ച് ആണുള്ളത്. സാംസങ് ഗാലക്സി M20ക്ക് ഫാസ്റ്റ് ചാർജിംഗ് സാങ്കേതിക വിദ്യയുമുണ്ട്. സാധാരണ ഫോണുകളേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ ചാർജ് ചെയ്യാമെന്നത് പലർക്കും ഉപകാരപ്രദമായിരിക്കും. ഇതേ മോഡലിന് തന്നെ 5000 mAh ബാറ്ററിയും കുറഞ്ഞ മോഡലായ M10ന് 3500 mAh ബാറ്ററിയുമുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ സാംസങ് ഗാലക്സി M20യെ ഇതേ സെഗ്മെന്റിൽ പെടുന്ന മറ്റ് ഫോണുകളുമായി താരതമ്യം ചെയ്യാം. പ്രധാനമായും 5 ഫോണുകളുമായാണ് നമുക്ക് സാംസങ്ങിന്റെ ഈ പുതിയ ഫോണിനെ താരതമ്യം ചെയ്യാൻ സാധിക്കുക. Redmi Note 6 Pro, Realme U1 Pro, Asus Zenfone Max Pro M2, Honor and Lite എന്നിവയാണ് ആദ്യത്തെ 4 എണ്ണം. പിന്നെ നോക്കേണ്ടത് ഈ മാസം ഇന്ത്യയിൽ ഇറങ്ങാൻ സാധ്യതയുള്ള Redmi Note 7 സ്മാർട്ട് ഫോണാണ്. ആദ്യമായി സാംസങ് ഗാലക്സി M20യുടെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. 6.3 ഇഞ്ചിന്റെ 83.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോയും 409 ppi പിക്സൽ ഡെൻസിറ്റിയുമുള്ള ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. Octa-core Exynos 7904 പ്രോസസ്സറാണ്. 13 മെഗാപിക്സലും 5 മെഗാപിക്സലും ചേർന്നുള്ള പുറകിലെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയുമുണ്ട്. ബാക്ക് പാനലിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ ഉള്ളത്. ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുള്ള 5000 mAh ബാറ്ററിയുമുണ്ട്. ഇതൊക്കെയാണ് പ്രധാന സവിശേഷതകൾ. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയും വീഡിയോയെ ഭാഗങ്ങളാക്കി തരംതിരിച്ചിട്ടുണ്ട്. പെർഫോമൻസ്, ഡിസ്പ്ലേ, ക്യാമറ, ബാറ്ററി ലൈഫ്, കണക്ടിവിറ്റി, സോഫ്റ്റ്വെയർ, വില എന്നിവയാണിത്. ഗാലക്സി M20യുടെ CPU പെർഫോമൻസ് ഈ പറഞ്ഞ സ്മാർട്ട് ഫോണുകളുമായി പിടിച്ചു നിൽക്കുമെങ്കിലും PUBG പോലെയുള്ള ഗെയിമുകൾ നല്ല രീതിയിൽ റൺ ചെയ്യാനുള്ള കഴിവ് ഇതിന്റെ G71 MP2 GPUവിനില്ല. Kirin 710 CPU ഉള്ള Honor 10 Liteലും ഇതേ GPU ആണെങ്കിലും അതിൽ GPU ടർബോ ഫീച്ചർ ഉള്ളതുകൊണ്ട് Snapdragon 660 പ്രോസസ്സറുള്ള ഫോണുകളെക്കാൾ മികച്ച ഗെയിമിംഗ് പെർഫോമൻസ് ലഭിക്കും. 3D Mark സ്ലിംഗ്ഷോട്ട് ബെഞ്ച്മാർക്കിൽ ഗാലക്സി M20 സ്കോർ ചെയ്തത് 746 ആണ്. Honor 10 Lite 731. പക്ഷേ ഈ രണ്ട് ഫോണുകൾ ഒഴികെ ഈ ലിസ്റ്റിലുള്ള മറ്റെല്ലാ ഫോണുകളും വളരെയധികം സ്കോർ ചെയ്തതായി കാണാൻ സാധിക്കും. ആൻഡ്രോയിഡ് ബെഞ്ച്മാർക്കിൽ സ്നാപ്ഡ്രാഗൺ 636 ചിപ്സെറ്റ് ഉള്ള Redmi Note 6 Proയുടെ അടുത്ത് തന്നെ നിൽക്കുന്ന സ്കോറാണ് ഗാലക്സി M20ക്ക് ലഭിച്ചത്. എങ്കിലും കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സ്കോറാണിത്. ഏറ്റവും നല്ല പെർഫോമൻസ് കാണിക്കുന്നത് Honor 10 Lite ആണ്. ഇനി വരാനിരിക്കുന്ന Redmi Note 7ഉം നന്നായി സ്കോർ ചെയ്തിട്ടുണ്ട്. Geekbench സിംഗിൾ കോർ മൾട്ടികോർ ബെഞ്ച്മാർക്കിലും അങ്ങനെ തന്നെ. കുഴപ്പമില്ല എങ്കിലും ഏറ്റവും കുറഞ്ഞ സ്കോറാണ് സാംസങ്ങിന്റെ ഈ പുതിയ ഫോൺ സ്കോർ ചെയ്തത്. ഇവിടെയും Redmi Note 7 നല്ല രീതിയിൽ സ്കോർ ചെയ്തതായി കാണാൻ സാധിക്കുന്നുണ്ട്. Honor 10 Liteന്റെ CPU പവർഫുൾ ആണെങ്കിലും GPU പഴയതാണ്. അതേ GPU തന്നെയാണ് ഗാലക്സി M20യിലും ഉള്ളത്. പക്ഷേ GPU ടർബോ ഫീച്ചർ ഇല്ലാത്തതുകൊണ്ട് പെർഫോമൻസിൽ Honor 10 Liteന്റെ അത്രയും മികവുണ്ടാവില്ല. Realme U1 Pro, Asus Zenfone Max Pro M2 എന്നിവയിൽ ഉപയോഗിച്ചിരിക്കുന്ന Snapdragon 660 SoC ആണ് ഇന്നിറങ്ങുന്ന ബഡ്ജറ്റ് സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും മികച്ചത്. Realme U1 Proയിലുള്ള Snapdragon 660യുടെ ക്ലോക്ക് സ്പീഡ് പല കാര്യങ്ങൾ കൊണ്ടും കമ്പനി തന്നെ കുറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് Asus Zenfone Max Pro M2 പിന്നെ Redmi Note 7 എന്നിവയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും പെർഫോമൻസ് ഉള്ള സ്മാർട്ട് ഫോണുകൾ. Snapdragon 636 ചിപ്സെറ്റ് ഉള്ള Redmi Note 6 Pro എന്തായാലും ഗാലക്സി M20യേക്കാൾ പെർഫോമൻസ് ഉള്ള ഫോണാണ്. ഡിസ്പ്ലേ പറ്റി കൂടുതലൊന്നും പറയാനില്ല. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സ്മാർട്ട് ഫോണുകളുടെയും ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ മികച്ചതാണ്. നോച്ച് മാത്രമേ നോക്കാനുള്ളൂ. ആപ്പിൾ iPhone 10ന്റെ നോച്ചിനെ കളിയാക്കി പരസ്യം ചെയ്ത സാംസങ് തന്നെ ഇപ്പോൾ നോച്ചുള്ള ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നു. Realme U2 Proയുടെ നോച്ചിന് സമാനമായ വാട്ടർ ഡ്രോപ്പ് ആകൃതിയിലുള്ള നോച്ചാണ് ഗാലക്സി M20യിലുള്ളത്. ഇത് വളരെ ചെറുതാണ്. Honor 10 Lite പിന്നെ Redmi Note 7 എന്നിവയിലും ഇതുപോലുള്ള ചെറിയ നോച്ചാണ് കാണാൻ സാധിക്കുക. പക്ഷേ Redmi Note 6 Pro, Asus Zenfone Max Pro M2 എന്നിവയിലുള്ള നോച്ച് വളരെ വലുതാണ്. ഡീറ്റെയിൽ ആയി പറയാനുള്ള ഒരു ഭാഗമാണ് ക്യാമറയുടേത്. പക്ഷേ ചുരുക്കി പറയാം, Redmi Note 7ൽ 48 മെഗാപിക്സലാണ് പുറകിലെ ക്യാമറ എന്ന് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. തീർച്ചയായും ഇത് വളരെ നല്ല ക്യാമറ തന്നെയാണ്. ഒരുപക്ഷേ ഈ കൂട്ടത്തിലെ ഏറ്റവും നല്ല ക്യാമറ ഇതാണെന്ന് പറയാം. പക്ഷേ 48 മെഗാപിക്സൽ മോഡിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ വെളിച്ചം കുറവാണെങ്കിൽ ഇമേജ് ക്ലാരിറ്റി ഈ കൂട്ടത്തിലെ മറ്റ് ഫോണുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവായിരിക്കും. പക്ഷേ ഇമേജ് റെസൊല്യൂഷൻ ഏറ്റവും കൂടുതലുമായിരിക്കും. Redmi Note 7ൽ ഓട്ടോ മോഡിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ പിക്സൽ ബൈൻഡിംഗ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് 4 പിക്സലുകൾ കൂട്ടിച്ചേർത്ത് ഒരു വലിയ പിക്സൽ ഉണ്ടാക്കും. അപ്പോൾ എടുക്കുന്ന ഇമേജ് റെസൊല്യൂഷൻ 12 മെഗാപിക്സൽ മാത്രമായിരിക്കും. പക്ഷേ കുറഞ്ഞ വെളിച്ചത്തിൽ പോലും മികച്ച ഫോട്ടോസ് എടുക്കാൻ ഈ ക്യാമറയ്ക്ക് സാധിക്കും. ഇമേജ് സൈസ് 12 മെഗാപിക്സൽ ആയിരിക്കുമെന്ന് മാത്രം. ഇനി ഗാലക്സി M20യെ നോക്കാം. f1.9 അപ്പേച്ചറുള്ള 13 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയും f2.2 അപ്പേച്ചറുള്ള 5 മെഗാപിക്സൽ സെക്കൻഡറി വൈഡ് ആംഗിൾ ക്യാമറയുമാണ് ഈ സ്മാർട്ട് ഫോണിന് പുറകിലുള്ളത്. ഇതേ സ്പെസിഫിക്കേഷൻസ് ഉള്ള മറ്റു ഫോണുകളിലെ ക്യാമറകളേക്കാൾ പുറകിലാണ് ഇവിടെ ഗാലക്സി M20. ഒരുപക്ഷേ ഇതൊരു സോഫ്റ്റ്വെയർ പ്രോബ്ലം ആയിരിക്കാം. കളർ റീപ്രൊഡക്ഷൻ മികച്ചതാണ്. പക്ഷേ ഡീറ്റെയിൽസും ഷാർപ്നെസ്സും എബോവ് ആവറേജ് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. മറ്റ് ഫോണുകളേക്കാൾ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോകൾ വളരെയധികം ബ്രൈറ്റ് ആണ്. പക്ഷേ മിക്ക സാംസങ് ഫോണുകളിലും ഇങ്ങനെ തന്നെയാണ് കാണാറുള്ളത്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എന്ന
ഫീച്ചർ സാധാരണ ഈ സെഗ്മെന്റിൽ കാണാറില്ല. Asus Zenfone Max Pro M2, Redmi Note 6 Pro എന്നിവയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സ്മാർട്ട് ഫോണുകളിൽ മികച്ച ബാക്ക് ക്യാമറ ഉള്ളത്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ അത് Redmi Note 6 Pro തന്നെയാണ്. പക്ഷേ Redmi Note 7 ലോഞ്ച് ആയാൽ തീർച്ചയായും അതിന്റെ 48 മെഗാപിക്സൽ സെൻസർ നമ്മെ അത്ഭുതപ്പെടുത്തും. ഈ കൂടുതൽ 5000 mAh ബാറ്ററിയുള്ള ഫോണുകൾ Samsung Galaxy M20 പിന്നെ Asus Zenfone Max Pro M2 എന്നിവ മാത്രമാണ്. അത്ര ഇല്ല എങ്കിലും Redmi Note 6, Redmi Note 7 എന്നിവയും മികച്ച ബാറ്ററി ലൈഫ് നൽകും. ഈ പറഞ്ഞ 4 ഫോണുകളും 2 ദിവസം വരെ ബാറ്ററി ലൈഫ് നൽകും. കൂടുതൽ കുറവ് ബാറ്ററി ലൈഫ് Realme U2 Proയ്ക്കും ഏറ്റവും കുറവ് Honor and Liteനുമാണ്. Galaxy M20യുടെ കൂടെ ലഭിക്കുന്ന 15W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുള്ള ചാർജർ ഉപയോഗിച്ച് 0 നിന്ന് 100% വരെ ചാർജ് ആവാൻ 2 മണിക്കൂർ വരെ എടുക്കും. Redmi Note 7 ക്വിക്ക് ചാർജ് ഫോർ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ബോക്സിൽ ഫാസ്റ്റ് ചാർജർ ഉണ്ടാവില്ല. 30 മിനിറ്റ് PUBG പ്ലേ ചെയ്താൽ 8% വരെ ബാറ്ററി ലൈഫ് കുറയും. 45 മിനിറ്റ് നെറ്റ്ഫ്ലിക്സ് വഴി വീഡിയോ സ്ട്രീം ചെയ്താൽ 5 മുതൽ 6% വരെ ചാർജ് കുറയും. USB Type-C മാത്രമാണ് എടുത്തു പറയേണ്ട കണക്ടിവിറ്റി ഡിഫറൻസ്. Galaxy M20ലും Redmi Note 7ലും USB Type-C പോർട്ടാണുള്ളത്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മറ്റെല്ലാ ഫോണുകളിലും ഔട്ട്ഡേറ്റഡ് ആയ മൈക്രോ USB പോർട്ടാണുള്ളത്. Galaxy M20, Realme U2 Pro, Zenfone Max Pro M2 എന്നിവയിൽ മൈക്രോ SD കാർഡ് ഉപയോഗിക്കാൻ പ്രത്യേകം സ്ലോട്ട് ഉണ്ട്. പലർക്കും ഇത് ഉപകാരപ്പെട്ടേക്കാം. ആൻഡ്രോയിഡ് ഓറിയോയിൽ അധിഷ്ഠിതമായിട്ടുള്ള കസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സാംസങ് ഇവിടെ തരുന്നത്. ഷോമിയുടെ ഫോണുകളിലുള്ള MIUI ഓപ്പറേറ്റിംഗ് സിസ്റ്റവും റിയൽമിയിലുള്ള കളർ OSഉം പലർക്കും ഇഷ്ടപ്പെടാറില്ല. അത് മിക്കവാറും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഉപയോഗിച്ച് ശീലിച്ചത് കൊണ്ടാവാം. സാംസങ് ഇത്തവണ സ്റ്റോക്ക് ആൻഡ്രോയിഡിന്റെ അടുത്ത് വരെ വരുന്ന പെർഫോമൻസ് അവരുടെ കസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ തരുന്നുണ്ട്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് ഇഷ്ടമെങ്കിൽ Zenfone Max Pro M2 ആണ് നല്ലത്. ഈ കൂടുതൽ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ Galaxy M20 ആണ്. 3GB റാമും 32GB സ്റ്റോറേജുമുള്ള മോഡലിന് 10,990 രൂപയാണ് വില. 4GB റാമും 64GB സ്റ്റോറേജുമുള്ള മോഡലിനാവട്ടെ 12,990 രൂപയും. 4GB റാമും 64GB സ്റ്റോറേജുമുള്ള Redmi Note 6 Proയ്ക്ക് 13,999 രൂപ വിലയുണ്ട്. 6GB റാം മോഡൽ വേണമെങ്കിൽ വില 15,999 രൂപയാവും. Realme U2 Proയുടെ വിലയും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ 8GB റാമും 128GB സ്റ്റോറേജുമുള്ള ഒരു മോഡൽ കൂടിയുണ്ട്. അതിന് 17,990 രൂപ വിലയുണ്ട്. Asus Zenfone Max Pro M2യുടെ 3GB റാമും 32GB സ്റ്റോറേജുമുള്ള മോഡലിന് 12,999 രൂപയാണ് വില. 4GB റാമും 64GB സ്റ്റോറേജുമുള്ള മോഡലിന് 14,999 രൂപയും. 6GB റാമും 64GB സ്റ്റോറേജും വേണമെങ്കിൽ 16,999 രൂപയാണ് വില. Honor and Liteന്റെ 4GB റാമും 64GB സ്റ്റോറേജുമുള്ള മോഡലിന് 13,999 രൂപയാവും. 6GB റാമും 64GB സ്റ്റോറേജുമുള്ള മോഡലിന് 17,999 രൂപയും. Redmi Note 7 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല എങ്കിലും 14,000 രൂപയോ അതിന് മുകളിലോ വില ഉണ്ടാവാൻ എന്തായാലും സാധ്യതയുണ്ട്. സാംസങ് എന്ന ബ്രാൻഡ് നെയിം ഇഷ്ടമുള്ളവർക്ക് Galaxy M20 സ്മാർട്ട് ഫോൺ തീർച്ചയായും വാങ്ങാവുന്നതാണ്. അത്യാവശ്യം നല്ല ഫീച്ചറുകൾ ഈ സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഗെയിമിംഗ് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ തീർച്ചയായും Snapdragon 660 പ്രോസസർ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെ വാങ്ങുക. കഴിയുമെങ്കിൽ Redmi Note 7ന്റെ ലോഞ്ചിന് വേണ്ടി കാത്തിരിക്കുക. Redmi Note 5 Pro ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് 2018 ഫെബ്രുവരിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ Redmi Note 7 ഈ മാസത്തിൽ തന്നെ ലോഞ്ച് ആവാൻ വളരെയധികം സാധ്യതയുണ്ട്. ഈ പറഞ്ഞ ഫോണുകളുടെ ഫീച്ചറുകളുടെ ഒരു റേറ്റിംഗ് കൂടി ഇവിടെ കൊടുക്കുന്നു. ഇതിനെ ഈ വീഡിയോയുടെ കൺക്ലൂഷനായി എടുക്കാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളുടെ ഓരോ ലൈക്കും കമൻസുമാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.